ഇവിടുത്തെ പുതിയ ജനറേഷൻസിന്റെ അടുത്ത വരുന്ന തലമുറയുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അതൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയാൻ അറിവും ആരോഗ്യവും ആർജവും ഊർജവും ഉള്ള ഒരു സാരഥിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ സഹോദരിയെ കൈവിടാനായിട്ട് കഴിയുക? അവരെഴുന്നേറ്റ് നിന്ന് നമ്മുടെ നാട്, ഞാൻ ഫാത്തിമ തെഹ്ലിയുടെ LLB പറയുമ്പോ, LLM പറയുമ്പോ, ഫോക്ലോർ പറയുമ്പോ, ഇന്റർനാഷണൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് പറയുമ്പോ നിങ്ങൾ വിചാരിക്കരുത് അതൊരു അക്കാഡമിക് ജീവിയാണ് എന്നുള്ളത്. ഒരു വശത്ത് സ്ട്രോങ് ആയിട്ടുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും മറുവശത്ത് നീതിക്ക് വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങളിൽ, സമരമുഖങ്ങളിൽ പിന്തിരിഞ്ഞോടാതെ ആർജവത്തോടെ അധികാര കേന്ദ്രങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അതെല്ലാം കൈമുതലാക്കിയ ഒരു സാരഥിയാണ് വന്നിരിക്കുന്നത്. ഒരവസരം നിങ്ങൾ കൊടുത്താൽ, ഗവൺമെന്റ് UDFന്റെ വന്നാൽ, ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, കേരളത്തിലെ 20 മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണിലുണ്ണിയായ MLA ആരാണെന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ തെഹ്ലി ആയിരിക്കും എന്നുള്ളതാണ്.